എല്ലാവർക്കും നമസ്കാരം. മംഗലശ്ശേരി കിച്ചൺ ട്രഷറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ക്യാബേജ് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ചിലവരൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ക്യാബേജ് തോരൻ വെക്കുമ്പോൾ അത് കുഴഞ്ഞു പോകാറുണ്ടെന്ന്. അപ്പോൾ വെറുതെ കിടക്കുന്ന ക്യാബേജ് തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ ക്യാബേജിൻ്റെ പകുതി ക്യാബേജ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിയുന്നതിന് മുമ്പ് ഞാൻ ഈ ക്യാബേജ് മുഴുവത്തോടെ ഞാൻ വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു മണിക്കൂർ വെച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് പറയാനായിട്ട് ഞാനൊരു 5 പച്ചമുളക് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 പിഞ്ച് ഇഞ്ചി ഇവിടെയുണ്ട്. ഇത് കടുക് പൊട്ടിക്കാൻ 3 വറ്റൽമുളക്, കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില, ഒരു ചെറിയ സവോള, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എണ്ണയും കടുകും പിന്നെ ഉഴുന്ന് പരിപ്പും വേണം. നമുക്ക് കടുക് പൊടിക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതെന്നെ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് തിരുമ്മി വെക്കണം. തിരുമ്മി വെച്ചതിന് ശേഷം നമുക്ക് ക്യാബേജ് പിഴിഞ്ഞെടുക്കണം. ചിലവരിത് വെള്ളത്തിനകത്ത് അരിഞ്ഞെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനാകുമ്പോൾ ഒരു വെള്ളച്ചൊവ വരും. അപ്പോൾ നമുക്കിങ്ങനെ ഉപ്പിനകത്ത് തിരുമ്മി വെക്കുകയാണെങ്കിൽ ആ വെള്ളച്ചൊവ വരികയില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് വെക്കാം കേട്ടോ. നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ ഞാൻ ക്യാബേജ് ഉപ്പിട്ട് തിരുമ്മിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം കേട്ടോ. പിഴിഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും എൻ്റെ സത്തൊക്കെ പോകുന്നു. പക്ഷെ ഞാനിങ്ങനെ പിഴിഞ്ഞിട്ടാണ് തോരൻ വെക്കുന്നത് കേട്ടോ. നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. കംപ്ലീറ്റ് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ മൊത്തം ക്യാബേജും അപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ വെള്ളം കേട്ടോ. ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് തോരൻ. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. തീ കുറച്ച് വെക്കണം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടാൻ തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉഴുന്ന് പരിപ്പ് ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ മഞ്ഞളിൻ്റെ ആ കുത്തലൊന്ന് പോകുന്നോടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങയും വലിയുള്ളി സവോള എല്ലാം കൂടി ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം മീഡിയം ഫ്ലെയിമിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെക്കണ്ട. ഒരു ചെറിയ തീയിൽ നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ വെക്കാം. തട്ടിപ്പൊത്തിയും വെക്കണ്ട. ഇങ്ങനെ സൈഡിലേക്കൊന്ന് ആക്കി നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെക്കണ്ടേ. ഇനി നമുക്കിതൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം.
കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റും കൂടി വെക്കുമ്പോഴത്തേക്കും ആകും കേട്ടോ. നമ്മുടെ ക്യാബേജ് തോരൻ വെറുതെ കിടക്കുന്ന ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ക്യാബേജ് ഉപ്പിനകത്ത് പിഴിഞ്ഞെടുത്തത് കൊണ്ട് ഓൾറെഡി അതിനൊരു വാട്ടമുണ്ട്, അപ്പം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. ഇനി നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വെറുതെ കിടക്കുന്ന ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല, വെറുതെയാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയൊരു ഐറ്റവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.